ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കുന്നത് ഫോട്ടോ വെച്ചിട്ടുള്ള മിനി ബോട്ടിലാട്ടാണ്. അതിന് വേണ്ടിയിട്ട് കാലിയായിട്ടുള്ള ഹോമിയോ മെഡിസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻസുലിൻ ബോട്ടിലായാലും മതി. പിന്നെ നമുക്ക് ഫോട്ടോ ആണ് വേണ്ടത്. അപ്പോൾ ഫോട്ടോ ഒന്നെങ്കിൽ സ്റ്റുഡിയോ പോയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു ഫോട്ടോസുകൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കാണിക്കാത്തത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ഫോട്ടോ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സൗകര്യമായിരിക്കും. അല്ല, നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കേണ്ടല്ലോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോ സെറ്റാണ്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. എന്തെങ്കിലും സ്റ്റിക്കൊക്കെ വെച്ചിട്ട് താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഫോട്ടോ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട. നമ്മുടെ വീട്ടിൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് അവിടെ സ്റ്റിക്കായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വല്ലാതെ ഒരു ബോറായി തോന്നാത്തൊരു ഗം എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് എടുക്കുന്നത്. അതാകുമ്പോൾ വല്ലാതെ നമുക്ക് പുറത്തേക്ക് അങ്ങനെ കാണത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റിക്കും ആക്കിയിട്ട് നമ്മുടെ ഗമ്മാക്കിയിട്ട് ഫോട്ടോൻ്റെ മുൻവശത്തേക്കാണ് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്ത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഗം ചെയ്യുമ്പോൾ അത് ബോറായിട്ട് അവിടെ കാണും. നമ്മൾ ഗ്ലാസ് ടേപ്പ് അല്ലേ ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് അവിടെ ഒട്ടിക്കോളും. ഓക്കെ. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു പേപ്പർ കവറാണ്. അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പോൾ ഇത് കിട്ടുമല്ലോ ഈ കവർ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ എല്ലാ വശവും ജസ്റ്റ് ഇങ്ങനെ പിച്ച് ചീന്തി കൊടുക്കുക. ഓക്കെ. നമുക്ക് ആ ഒരു പിച്ച് ചീന്തി അടയാളം വരണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓക്കെ. അതിന് ശേഷം നമുക്കൊരു വൈറ്റ് ഷീറ്റാണ് വേണ്ടത്. പേപ്പർ വൈറ്റ് A4 ഷീറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പീസാണ്. എന്നിട്ട് ഞാൻ അതിന്മേ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗം അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ സെൻറ്ററിലായിട്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് തന്നെ വേണേ. എന്നിട്ട് നമുക്ക് അതിന്മേ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈൻ എന്നായി എഴുതി കൊടുക്കുന്നത്. ടുട്ടൂസിൻ്റെ ഫോട്ടോ ആണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ എഴുതി കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഒരു ലോ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്ക് സൈഡിൽ ഗം അപ്ലൈ ചെയ്യുക, നമ്മുടെ ബോട്ടിലേക്ക് ഇറക്കി കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഒരു ഫോട്ടോവും ഈ എഴുതിയതും ഡയറക്റ്റായിട്ട് കാണണം, ആ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്താൽ അത് അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ഗമ്മ് ലേശം ആയോണിൻ്റെ കയ്യുമെന്ന് എടുത്തപ്പോൾ ആയതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വൃത്തികേടായി അവിടെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലിറ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സിൽവർ കളറും ഗോൾഡൻ കളറും മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് അതിലേക്കൊരു 1/4 ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞാനിവിടെ ഒരു ഡ്രൈ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ തൊടുവിലൊക്കെ കിട്ടുന്ന ഫ്ലവറാണ് കേട്ടോ. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ജസ്റ്റ് അതേമാതിരി ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഈ ഫ്ലവർ ആക്കി കൊടുക്കുക, എന്നിട്ട് ഇറക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്റ്റിക്കോ കത്രികയൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ ഒരു ജൂട്ട് ത്രെഡാണ്. അപ്പോൾ നമ്മുടെ ചാക്കുനൂല് തന്നെ കിട്ടിയാൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ വൂളൻ ത്രെഡ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ മൂടി ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക, എന്നിട്ട് കെട്ടി കൊടുക്കുക. ലാസ്റ്റ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ പീസൊക്കെ ഈ ഒരു ബോട്ടിലിൻ്റെ മൂടിക്കനുസരിച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ കുറേ ഞാൻ ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാട്ടെ. എന്നാലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുമാത്രമല്ല കേട്ടോ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ഒട്ടും
മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്.